നമസ്കാരം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ തുടങ്ങിയിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാറിൽ ഇപ്പൊ ഞാൻ പ്രോഗ്രാം കണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 50-50 ആണ് എനിക്ക് തോന്നിയത്. മറ്റൊന്നുമല്ല, ഞാൻ അതിന്റെ കാരണം ഞാൻ ലാസ്റ്റ് പറയാം. എന്തായാലും 10,000-ഓളം പേരിൽ നിന്നാണ് ഈ 40 പേരെ തെരഞ്ഞെടുത്തത് എന്ന് പറയുന്നുണ്ട്. ഈ 40 പേരിൽ 5 പേരെ ഈ മൈജിയുടെ ഒരു കോൺടസ്റ്റിൽ നിന്നും തെരഞ്ഞെടുത്തതാണെന്നാണ് പറയുന്നത്. അപ്പൊ റനീഷയാണ് ഇതിന്റെ ആങ്കർ. നമ്മളെല്ലാവരും നേരത്തെ അറിഞ്ഞതാണ്. 3 ജഡ്ജസ്: രഞ്ജിനി ഹരിദാസ്, റിയാസ്, അഖിൽ മാരാർ. എന്തായാലും അഖിൽ മാരാറും രഞ്ജിനി ഹരിദാസും റിയാസും തമ്മിൽ കൊടുക്കൽ വാങ്ങലൊക്കെ നടക്കുന്നുണ്ട്. കൊടുക്കൽ വാങ്ങൽ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങൽ, അത്രേ ഉള്ളൂ. എന്തായാലും അത് ചെറിയൊരു കല്ലുകടി ആദ്യമേ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പോകെ ഞാൻ പറയാം. അപ്പൊ ഈ മത്സരത്തിലേക്ക് ഇൻഫിനിറ്റി പവർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഈ ഇൻഫിനിറ്റി പവർ കിട്ടുന്ന ആൾക്ക് എന്തോ പ്രത്യേകതകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഈ 40 പേരെ വെച്ച് ഒരു മത്സരം നടത്തുന്നുണ്ട്. ആ മത്സരം വെളിയിലാണ് നടത്തുന്നത്. ജഡ്ജസ് അവിടെ നിന്ന് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 40 പേരെ ഒരുമിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ 40 പേർക്കുമുള്ള മത്സരം എന്താണെന്ന് വെച്ചാൽ പൂട്ടും താക്കോലും. നമുക്കറിയാം, പൂട്ടും താക്കോലും നമ്മൾ ഇതിനകത്ത് കണ്ടതാണ്, പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ. പക്ഷെ അതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂട്ടും താക്കോലും എന്ന് പറയുന്നതിനകത്ത് കുറച്ചെണ്ണം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. താക്കോല് മേളിൽ തൂക്കിയിട്ടുണ്ട്, പൂട്ട് വേറൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ടാഗ് എടുക്കുക. ഈ ടാഗ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് നോക്കുക. സ്വൈപ്പ് അല്ല, നമ്മളിങ്ങനെ എടുത്ത് മാറ്റി നോക്കുക. മാറ്റി നോക്കുമ്പോൾ അതിനകത്ത് ക്ലൂ ഉണ്ട്. ആ ക്ലൂ വെച്ചിട്ട് വേണം ഇവര് പോയിട്ട് ഈ പൂട്ട് തുറക്കാൻ. 40 പേരും കൂടി ഇതിനു വേണ്ടി ശ്രമിക്കുന്നു. അതിൽ കുറെ പേര് വിജയിക്കുന്നു. ലാസ്റ്റ് വരുമ്പം ഈ പൂജ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിക്ക് ക്ലൂവും താക്കോലും കിട്ടുന്നു. പക്ഷെ ഈ പൂട്ട് തുറക്കാൻ പറ്റുന്നില്ല. ഈ പൂട്ട് തുറക്കാൻ പറ്റാതായപ്പോ എന്ത് ചെയ്തു? കൂടെ ഒരു ഫ്രണ്ടാന്ന് തോന്നുന്നു, അവിടെ വെച്ച് പരിചയപ്പെട്ടതായിരിക്കും, എന്തും ആയിക്കോട്ടെ, ആ പുള്ളിയുടെ കയ്യിൽ ഈ താക്കോല് കൊടുക്കുന്നു. ഇപ്പൊ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ താക്കോല് വാങ്ങിക്കുന്നതാണ്. പക്ഷെ അവിടെ റനീഷ വന്ന് നോക്കുമ്പോൾ താക്കോൽ ഒരാളുടെ കയ്യിലും ക്ലൂ മറ്റൊരാളുടെ കയ്യിലും. ഈ പൂജ എന്ന് പറയുന്ന അവര് പറയുന്നത് ഒരു ഹൗസ് വൈഫാണ് കേട്ടോ. അപ്പൊ അവര് പറയുന്നുണ്ട്, എനിക്കാണ് ഇത് രണ്ടും കിട്ടിയത്, പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല, അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ കൊടുത്തതാണെന്ന് പറയുന്നത്. പക്ഷെ പുള്ളി ആ താക്കോല് എന്റെ അടുത്താണ് എന്നുള്ള രീതിയിൽ ഒന്ന് കയറാൻ നോക്കുന്നുണ്ട് അതിനകത്ത്. എന്ന് വെച്ചാൽ ഞാനാണ് തുറക്കാൻ ശ്രമിക്കുന്നത്, അപ്പൊ എനിക്കാണ് ഇത് കിട്ടുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇതിപ്പോ എപ്പിസോഡ് ആയതുകൊണ്ട് പിന്നെ അവിടെ എന്താണ് കട്ട് ചെയ്താണല്ലോ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു 24/7 നമ്മൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ ഊഹിക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തോ തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. അത് പറയാൻ കാര്യം, പൂജ അതിനുശേഷം കുറച്ച് ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പം പൂജ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഞാനിത് വിട്ടു കൊടുക്കത്തില്ല, ഞാൻ ഇത്രയും വരെ എത്തി, എനിക്കിത് കൊടുക്കത്തില്ല, എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റനീഷ ഇടപെട്ടിട്ട് ആ താക്കോല് വാങ്ങിച്ചിട്ട് ഈ പൂജയുടെ കയ്യിൽ കൊടുക്കുന്നു. പൂജയ്ക്കാണല്ലോ എന്താ ക്ലൂ ഇല്ലാതെ ആ താക്കോൽ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതാണ് കറക്റ്റാണ്. അപ്പം ആ താക്കോല് കൊണ്ടുപോയിട്ട് ഈ പൂജ ഒരുപാട് തുറക്കാൻ ശ്രമിക്കുന്നെങ്കിലും നടക്കുന്നില്ല. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കൂടി പല പല പൂട്ടിലാണല്ലോ പോയി തുറക്കുന്നത്. ഏതാണെന്ന് അറിയത്തില്ലല്ലോ ഈ ക്ലൂ കിട്ടിയവരൊക്കെ. അങ്ങനെ അത് ജാമായി പോയി ആ ലോക്ക്. ഓക്കെ, അങ്ങനെയാണ് തുറക്കാൻ പറ്റാതായത്. അതുപോലെ തന്നെ പൂജ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് അകത്തേക്ക്. എന്ന് വെച്ചാൽ അത് തുറക്കാൻ പറ്റത്തില്ല, അത് ബ്ലോക്ക് ആയി പോയി ആ ലോക്ക്. അതിനുശേഷം പൂജ അകത്തേക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പൂജ പറയുന്നുണ്ട്, ഞാൻ ഒരാളെ വിശ്വസിച്ചു, എനിക്കിപ്പോൾ മനസ്സിലായി ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത്. പൂജ അവിടെ വന്നിട്ട് പഠിച്ച ഒരു കാര്യമാണ്. അതൊരു ഹൗസ് വൈഫാണ് കേട്ടോ. ഒരുപാട് കരഞ്ഞു, ഞാനിത് പുറത്തായി പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഒരുപാട് ടെൻഷനിൽ കരയുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പൊ അഖിൽമാരാർ പറയുന്നുണ്ട്, അർഹതപ്പെട്ടതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ തന്നെ അത് വരും, അതിനൊരു ഉദാഹരണമാണ് ഇതെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം റനീഷ പറയുന്നുണ്ട്, ഈ 3 ജഡ്ജസിനും ഈ 20 പേരിൽ നിന്ന് ടീം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ 3 പേരും ടീമിനെ വിളിക്കുന്നു. ഈ ടീമിനെ വിളിക്കുമ്പോഴാണ് ആദ്യത്തെ ചൊറിച്ചിൽ തുടങ്ങുന്നത്. ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് വിടുന്നത് ഈ പറയുന്ന അഖിൽമാരാറാണ്. അഖിൽമാരാറിന്റെ ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ അഖിൽമാരാർ ചോദിക്കും, സീസൺ 4 ആ റിയാസ് ഉണ്ടായിരുന്ന ആ സീസണിൽ ആ റിയാസിന്റെ അവിടുത്തെ ചെയ്തികളൊക്കെ കണ്ടിട്ട് ഞാൻ അതിനകത്തുണ്ടായിരുന്നെങ്കിൽ റിയാസിനെ അടിച്ചിരുത്തിയേനെ എന്ന് തോന്നിയവർ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ചോദിക്കുമ്പോൾ ഒരാൾ എഴുന്നേക്കും. അപ്പം പറയും, ശരി, ഓക്കെ, ഞാൻ ആ പുള്ളിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയും. അപ്പൊ തന്നെ റിയാസിനെ അവിടുന്ന് ചൊറിയുന്നത് നമുക്ക് കാണാം. റിയാസ് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം റിയാസ് ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ റിയാസ് ചോദിക്കുന്നുണ്ട്, അഖിൽമാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഒരു ലേഡി എഴുന്നേക്കുന്നുണ്ട്, ഞാനുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഞാൻ എന്റെ ടീമിൽ എടുത്തിരിക്കുന്നു പറയുന്നു. അവിടെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. എന്നുവെച്ചാൽ മൊത്തത്തിൽ റിയാസ് തേഞ്ഞു എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ റിയാസ് ചോദിക്കുമ്പോൾ തന്നെ അഖിൽമാരാർ പറയുന്നുണ്ട്, എന്റെ 90% പേർക്കും എന്റെ രാഷ്ട്രീയം ഇഷ്ടമല്ല, ഞാൻ സംസാരിക്കുന്ന പൊളിറ്റിക്സ് 90% പേരും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാറില്ല എന്നുള്ള രീതിയിൽ തിരിച്ച് കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ട് റനീഷ. അപ്പൊ അവിടെ വേറെ കാര്യം പറയുന്നുണ്ട്, ഈ പറഞ്ഞ റിയാസ് സലീം ഗെയിം ചേഞ്ചർ ആയിട്ടാണ് അറിയപ്പെടുന്നത് ബിഗ് ബോസിൽ. അതുപോലെ തന്നെ റിയാസിന് ആരെയാണ് തോന്നുന്നത് ചോദിക്കുമ്പോൾ എനിക്ക് ഗെയിം ചേഞ്ചർ ആയിട്ട് തോന്നുന്നത് പൂജയാണെന്ന് റിയാസ് പറയുന്നു. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, എന്ത് ഗെയിം ചേഞ്ചർ? ഈ എല്ലാവരും സീസൺ 4 ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞു. സീസൺ 4 കാണാത്തവരാണെങ്കിൽ ഓക്കെ, അവർക്ക് ഓക്കെയാണ് ഈ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതല്ലേ, ഒരാളെ ചതിച്ച് പുറത്താക്കുന്നത് ഒരു ഗെയിം ചേഞ്ചിങ് ആണോ?
അവിടെ ഇപ്പൊ റോബിന്റെ ഇപ്പൊ നടക്കുന്ന ഇഷ്യൂസ് ഒക്കെ വിട്ടേക്ക്, നമ്മൾ ആ ബിഗ് ബോസ് സീസൺ 4ലേക്ക് പോവാം. ആ ബിഗ് ബോസ് സീസൺ 4ൽ ഏത് രീതിയിലും റോബിനെ പുറത്താക്കുക എന്നുള്ളത് നമുക്കറിയാം. അത് ആരുടെയൊക്കെ അജണ്ട ആയിരുന്നുള്ളത് അതൊക്കെ പിന്നെ പുറത്ത് വന്നതുമാണ്. എങ്ങനെ ഒരു ചതിയിലൂടെ ഒരാളെ പുറത്തെ ഗെയിം ചേഞ്ചർ ആകും എന്ന് പറയുന്നത്, അവിടെ എന്ത് ഗെയിം ചേഞ്ചിങ്ങിനുള്ള കളിയാണ് അവിടെ റിയാസ് കളിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങൾക്കെല്ലാം മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഗെയിം ചേഞ്ചറിനെയാണ് കഴിഞ്ഞ സീസണിൽ ഷാനവാസ് എടുത്ത് ഉടുത്തത്. ഇതൊക്കെ ഈ ബിഗ് ബോസ് ഷോ കാണാത്തവരാണെങ്കിൽ ഓക്കെ, അവരോട് പറഞ്ഞ ഓക്കെ, നമ്മളോടൊക്കെ ഇത് പറയാൻ കൊള്ളാമോ? ഇത് എവിടുത്തെ ഗെയിം? ഈ ഗെയിം ചേഞ്ചറിനെ അല്ലയോ അമ്മാനം ആടിയത് കഴിഞ്ഞ പ്രാവശ്യം. ഈ പറഞ്ഞ ഷാനവാസ് എടുത്തിട്ട് അമ്മാനം ആടിയില്ലേ? ഓക്കെ, എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഗെയിം ചേഞ്ചർ എന്ന് അറിയപ്പെടുന്നു, ആയിക്കോട്ടെ. അതിനുശേഷം റിയാസിന്റെ ടീമിനെ തെരഞ്ഞെടുക്കുന്നു. റിയാസ് ആണെങ്കിൽ ഈ അഖിൽ മാരാറിനെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയെ തെരഞ്ഞെടുത്തിരുന്നല്ലോ. ആ ലേഡിയുടെ പേരാണ് അനഘ. അപ്പം ഈ അനഘ പിന്നീട് ടീം തെരഞ്ഞെടുപ്പിന് ശേഷം ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് എങ്ങാട്ട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടത് അഖിൽ മാരാറിനെയാണെന്ന്. അപ്പൊ തന്നെ റിയാസിന് ഷോക്ക് അടിച്ച പോലെ ആയി പോകും. റിയാസ് ചോദിക്കുന്നു, അതെങ്ങനെ അഖിൽ മാരാറാകും? നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് എനിക്ക് അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് പൊളിറ്റിക്സ് പരമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് അഖിൽ മാരാറിനെയാണ് ഇഷ്ടം എന്ന് പറയുന്നു. അവിടെ മൊത്തത്തിൽ റിയാസ് തേഞ്ഞ ഒട്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ അനഘയും ഹൗസ് വൈഫാണ് കേട്ടോ. അനഘ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ ഗെയിം തുടങ്ങിയാണ്. ആദ്യത്തെ ഗെയിമിൽ പങ്കെടുക്കുന്നത് ഈ റിയാസിന്റെ ടീമാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ 5 സ്കെയിലും 21 കപ്പും കൊടുത്തിട്ടുണ്ട്. ഈ ബസർ ടു ബസർ ആണ് ഇതെല്ലാം. ആ 21 കപ്പ് എന്ന് പറയുന്നത് കപ്പ് വെക്കുക, സ്കെയില് വെക്കുക, പിന്നെയും കപ്പ് വെക്കുക, സ്കെയില് വെക്കുക, അങ്ങനെയാണ്. അത് മാക്സിമം നമ്മൾ അവിടെ കപ്പ് എടുത്ത് അങ്ങനെ സെറ്റ് ചെയ്യുക. ഇത് താഴെ വീഴാനേ പാടില്ല. ബസർ ടു ബസർ വരെ ആരുടെയാണോ അങ്ങനെ നിൽക്കുന്നത്, അങ്ങനെ നിന്നാൽ മാത്രമേ അവർ വിജയിക്കത്തുള്ളൂ. പക്ഷെ അതിനകത്ത് പലരും വെപ്രാളം കൊണ്ടൊക്കെ പലരുടെയും ആദ്യമൊക്കെ പോകുന്നുണ്ട്, തെറിച്ചു പോകും. വെപ്രാളം പിടിച്ചിട്ട് വെക്കുമ്പോഴേ അവിടെ അത് ടെൻഷൻ ആയിരിക്കാം, അവർക്ക് ടെൻഷൻ കാരണം അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്ത് 3 പേര് വിജയിക്കുന്നു. അതിനകത്ത് ഒരാൾക്ക് ഇൻഫിനിറ്റി പവർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിനിപ്പം അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്ന് വെച്ചാൽ നിങ്ങൾ കാണേണ്ടതല്ലേ, കാണുമ്പോഴാണ് അതിനൊരു രസം. മറ്റുള്ളവരുടെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ അറിയുമായിരിക്കാം, എന്നാലും എനിക്കത് പറയാൻ തോന്നുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ആ ഷോ കാണാൻ ഇരിക്കുന്നവരാണ്. അപ്പൊ അത് കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു രസം മനസ്സിലാവണമെങ്കിൽ അതിന്റെ ഒരു സസ്പെൻസ് പൊളിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ്. അതിനുശേഷം രഞ്ജിനിയുടെ ടീമിനെ വിളിക്കും. രഞ്ജിനിയുടെ ടീമിനെ വിളിക്കുമ്പോൾ ഇവിടെ വേറൊരു പറ്റുന്നുണ്ട്. ഈ രഞ്ജിനി ടീമിന്റെ ഒരു കണ്ടസ്റ്റന്റിന് വർഷ അന്ന എന്നങ്ങാണ്ടാണ് ആ കണ്ടസ്റ്റന്റിന്റെ പേര്. ആ കണ്ടസ്റ്റന്റ്, അപ്പൊ ഈ വർഷ അന്ന എന്ന് പറയുന്ന ആളിനോട് ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ രഞ്ജിനി ഹരിദാസ് തന്നെ ചോദിക്കുന്നത്. അപ്പൊ തന്നെ പറഞ്ഞാൽ എനിക്കൊരു ഇഷ്ടം രഞ്ജിനി ഹരിദാസിനെയാണെന്ന് പറയും. പക്ഷെ ഈ വർഷയുടെ ബയോഡേറ്റ ഈ പറയുന്ന രഞ്ജിനിയുടെ കയ്യിലിരിക്കുക. രഞ്ജിനി പറഞ്ഞുകൊണ്ട് ബയോഡേറ്റയിൽ അങ്ങനെയല്ലോ എഴുതിയേക്കുന്നതെന്ന്. അപ്പൊ തന്നെ വർഷ വേർത്ത് തുടങ്ങും. അപ്പൊ വർഷ പറയും, അല്ല ഞാൻ ഒന്നും എഴുതി കാണത്തില്ലെന്ന്. പറഞ്ഞു അങ്ങനെ അല്ലല്ലോ, എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയും. വർഷ അവിടെ നിന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, ഇതിനകത്ത് വർഷ എഴുതിയേക്കുന്നത് പേർലി മാണി എന്നാണല്ലോ എന്ന്. അവിടെ പൊളിഞ്ഞു എന്നുള്ളതാണ്. ഈ വർഷ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അവിടെ പൊളിഞ്ഞു. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസ് ഷോയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്താണ്? സത്യസന്ധത നോക്കും. ഒരുപാട് സത്യസന്ധത നോക്കിയില്ലെങ്കിലും കുറച്ചൊക്കെ നോക്കും. ഇവിടെ ഇപ്പൊ ആദ്യമേ കള്ളത്തരം പറഞ്ഞു എന്നുള്ളതാണ്. അതൊരു നെഗറ്റീവായിട്ട് വരാം. ഞാൻ പറയാണ്, ഒരു നെഗറ്റീവായിട്ട് പിന്നെ ചിലപ്പം എടുത്ത് കാണിച്ചേക്കാം. ചിലപ്പോൾ സെലക്ട് ആയിട്ടൊക്കെ അകത്ത് പോകുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആ സമയത്ത് ചിലപ്പോൾ ചർച്ചയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ തന്നെ വർഷ അവിടുന്ന് വേർക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻ ഔട്ട് കളിക്കുമല്ലോ, ഒരു വട്ടം വരയ്ക്കുക, അതിനകത്ത് ഇൻ ഓർ ഔട്ട്. അപ്പൊ ഇതിനകത്ത് അഖിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടസ്റ്റന്റ് ഈ വട്ടത്തിനകത്ത് ഇൻ ആവണം. റനീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടസ്റ്റന്റ് വെളിയിൽ നിൽക്കണം, ഔട്ടിൽ നിൽക്കണം, ആ വട്ടത്തിന് വെളിയിൽ നിൽക്കണം. ഓക്കെ, അതുപോലെ തന്നെ റിയാസ രഞ്ജിനി എന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ ആ വട്ടം വിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കണം. അപ്പൊ അതിലും ലാസ്റ്റ് 2 പേര് വരുന്നു, അതിൽ പിന്നെ ഒരാൾ ജയിക്കുന്നു. ഓക്കെ, ആ ഒരാൾക്ക് ഇൻഫിനിറ്റി പവർ കിട്ടുന്നു. നെക്സ്റ്റ് അഖിൽ മാരാറിന്റെ ടീമാണ്. അതും ബസർ ടു അല്ല, എല്ലാം ബസർ ടു ബസർ ആണ് കേട്ടോ. അഖിൽ മാരാറിന്റെ ടീമിനുള്ള ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോൾ കൊടുക്കുന്നു. ഒരിനകത്ത് കുറെ ബോളുകൾ കൊടുക്കും. 5 ഗ്ലാസും വെച്ചിട്ടുണ്ട്. ബോളും ഉണ്ട്, ചെറിയ ബോൾ ഉണ്ടല്ലോ, ചെറിയ ബോളും ഉണ്ട്. 5 ഗ്ലാസുകളും നിരത്തി വെച്ചിട്ടുണ്ട് ഒരു ടേബിളിൽ. എല്ലാവർക്കും ഓരോ ടേബിളും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് പറയുന്നത്, ഈ ബോൾ നിങ്ങൾ ബൗൺസ് ചെയ്ത് തന്നെ ഈ ഗ്ലാസ്സിൽ ഇടണം. അങ്ങനെ ബൗൺസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആ ബോൾ ഇടുന്നത് ആരാണോ ഗ്ലാസ്സിനകത്ത്, അവർ വിൻ. അങ്ങനെയാണ്. അതിനകത്ത് നിന്ന് 3 പേര് വിജയിക്കുന്നു. അതിനകത്ത് ഇൻഫിനിറ്റി പവർ ഒരാൾക്ക് കിട്ടുന്നു. അതാണ് ഗെയിം. ഞാൻ ഈ ഗെയിമിൽ വിജയിച്ചവരുടെ പേര് പറയാത്തത് അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് നമുക്ക് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. മറ്റുള്ളവരിൽ നിങ്ങൾ അറിയുമായിരിക്കാം, എന്നാലും ഞാൻ ഒരു സസ്പെൻസ് ആയിട്ട് വെച്ചതേ ഉള്ളൂ. നമുക്ക് കാണുമ്പം നമുക്കൊരു സംപ്രേഷണം ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ ആര് ജയിക്കും എന്നുള്ളൊരു അത് അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഞാനത് കണ്ടപ്പോൾ തന്നെ ആര് ജയിക്കുന്നത് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും. ആ സമയത്ത് അഖിൽ മാരാർ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പക്ഷെ വലിയൊരു വാലിഡ് പോയിന്റ് ആണ്. ടാസ്ക് അല്ല ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വിന്നറിനെ തീരുമാനിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കോമ്പിനേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ടാസ്ക് വഴിയാണ്. പക്ഷേ ഈ ടാസ്ക് ഒന്നും ഒരു മാനദണ്ഡമല്ല എന്ന് അവിടെ
അഖിൽമാരാർ പറയുന്നുണ്ട്, അത് കറക്റ്റ് കാര്യമാണ്. ടാസ്ക് ജയിച്ചതുകൊണ്ട് മാത്രം വിന്നർ ആവത്തില്ല. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, ഒരു ടാസ്ക് പോലും ജയിക്കാതെ ഇവിടെ ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഒരു ടാസ്ക് പോലും ജയിക്കാതെ ജഡ്ജസ് ആയിട്ടിരിക്കുന്ന ആളാണല്ലോ രഞ്ജിനി എന്നുള്ള രീതിയിൽ തമാശ രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ തന്നെ രഞ്ജിനി തിരിച്ചു കൊടുക്കുന്നുണ്ട്. രഞ്ജിനിയുടെ സ്വഭാവം അറിയാലോ, അപ്പൊ തന്നെ തിരിച്ച് കിട്ടുന്ന അവസരത്തിൽ അങ്ങ് അടിക്കുക എന്നുള്ളതാണ്. രഞ്ജിനി പറഞ്ഞു, അത് ശരിയാ, ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കപ്പ് കിട്ടി, അത് ശരിയാ, പക്ഷെ MLA സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അഖിൽ അവിടെ അവിടെ അഖിൽ കഴിഞ്ഞു, അത് വേറെ കാര്യം. ഇതിൽ ഞാൻ നേരത്തെ ആദ്യമേ 50-50 ആണ് എനിക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ കാര്യം, ഈ 40 പേരിൽ നിന്ന് 20 പേരെ തിരഞ്ഞെടുത്തല്ലോ. ഈ 20 പേരിൽ ഞാൻ നോക്കിയിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് പറ്റിയ ഒരു 4-5 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെ ഒന്നും എനിക്ക് ആ ഇൻട്രൊഡക്ഷനിലും ഒന്നും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, എനിക്ക് അങ്ങോട്ട് എന്തോ അവര് ആ ബിഗ് ബോസിന് ഷോയ്ക്ക് പറ്റിയ ആൾക്കാരാണോ എന്നിട്ട് ഡൗട്ട് അടിക്കുന്ന കുറച്ച് പേരുണ്ട്, കൂടുതൽ പേരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊരു 50-50 ആണ് അത് തോന്നിയത് എന്നുള്ളത്. പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വെളിയിൽ ഈ 20 പേരാണല്ലോ അവരാദ്യം തെരഞ്ഞെടുത്തത്, പിന്നെയും വെളിയിൽ ഒരു 20 പേര് നിപ്പോണ്ടായിരുന്നു. അവരെയും കൂടെ നെക്സ്റ്റ് എപ്പിസോഡിൽ അകത്തേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവർക്കും ചാൻസ് കൊടുക്കാം, ഒരു ചാൻസ് കൊടുക്കണമല്ലോ, എന്തായാലും അവർ അത്രയും കഷ്ടപ്പെട്ട് അവിടെ വന്നതാണല്ലോ. അപ്പൊ റിയാസ് തന്നെ പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ കഷ്ടപ്പെട്ട് വന്നവരാണ് അവർ, അപ്പം അവർക്കൊരു ചാൻസ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരിൽ 20 പേര് കൂടെ അകത്തോട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കുറച്ച് പേരെയും കൂടെ കിട്ടുമെന്ന് തോന്നുന്നു. നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുണ്ടല്ലോ. എനിക്ക് ആ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് പറ്റിയ ഒരു 5-6 പേരെ എനിക്ക് തോന്നിയതാണ് കേട്ടോ. തോന്നലാണ് ആദ്യത്തെ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പം അടുത്ത 20 പേര് കയറുമ്പോൾ അവരിൽ കുറച്ച് പേര് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് കാണാൻ പറ്റിയ നല്ല രസമുണ്ട് ഷോ കേട്ടോ. ആ ഷോയെ നമുക്ക് യാതൊരു കുറ്റവും അങ്ങനെ പറയാനില്ല. എന്നുവെച്ചാൽ ജഡ്ജസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വരച്ചേർച്ച ഇപ്പൊ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ സ്വരച്ചേർച്ച മിക്കവാറും ഈ മുന്നേ ഇനി പോകും തോറും പ്രശ്നത്തിലേക്ക് വരാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. എന്ന് വെച്ചാൽ ചൊറിയാൻ മിടുക്കൻ അഖിൽമാരാർ അവിടെ ചൊറിയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കട്ടയ്ക്ക് മറുപടി കൊടുക്കാൻ 2 പേര് അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ റിയാസും മോശമല്ല, ഈ പറഞ്ഞ രഞ്ജിനി ഹരിദാസും മോശമല്ല. അപ്പം ഇവര് മൂന്നും കൂടി മിക്കവാറും അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ചിലപ്പം നമ്മൾ കേട്ടതുപോലൊക്കെ ആയിരിക്കാം, ചിലപ്പം ജഡ്ജസ് തമ്മിലൊക്കെ ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പോവാണെങ്കിൽ. എന്തായാലും ഷോ ഞാൻ പറഞ്ഞല്ലോ നല്ല സെറ്റ്. അതുപോലെ ടാസ്കുകൾ ഇപ്പം ആദ്യമൊക്കെ ആയതുകൊണ്ടായിരിക്കാം വലിയ കട്ടിയുള്ള ടാസ്ക് ഒന്നും കൊടുത്തില്ല, നൈസായിട്ടുള്ള ടാസ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഭാഗ്യമുള്ളവർ വിജയിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ആ ഒരു വിജയം കൊണ്ട് മാത്രം ഇവരാരും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ അകത്തോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും പല കടമ്പകളുണ്ടല്ലോ, 21 ദിവസമുണ്ട്. ആ ഒരു കടമ്പ കടന്നാണല്ലോ എത്തേണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം. മത്സരിക്കുന്നവർക്കെല്ലാം ഓൾ ദ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എനിക്ക് ഈ പറഞ്ഞതുപോലെ കയറുന്നവർ, എന്നാൽ ബിഗ് ബോസ് ഷോയ്ക്ക് പറ്റുന്നവർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ നമുക്കറിയാം ബിഗ് ബോസ് ഷോ ഇത്രയും കാലത്തോളം കണ്ടവർക്കറിയാം അവിടെ എന്താണ് വേണ്ടത്, പവർ. ഒന്ന് പറഞ്ഞാൽ 4 പറയാനുള്ള പവർ വേണം. അപ്പം എന്ത് പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്യണം, എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റുന്നവർ, ഒരു കോമണർ, എത്ര കോമണറാണ് 2-3 കോമണേഴ്സ് ആയിക്കോട്ടെ അകത്ത് കയറുന്നത്, അല്ലെങ്കിൽ 4 ആയിക്കോട്ടെ, അവർ ഈ പ്രതിസന്ധികളെല്ലാം ശരിക്കും തരണം ചെയ്യാൻ കഴിയുന്നവരായിരിക്കണമെന്ന് ആണ് എന്റെ ഒരു ഇത്. എന്ന് വെച്ചാൽ അതാണ് ബിഗ് ബോസ്. അവിടെ പോയിരുന്നോണ്ട് പിന്നെ കരഞ്ഞ് നിലവിളിച്ചിട്ടോ ഒന്നും അല്ലെങ്കിൽ ഒരു ടീം വർക്കായിട്ട് കൂടിയിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ വർഷങ്ങളായിട്ട് ഷോ കാണുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും ഇത് കുഴപ്പമില്ല. അഗ്നിപരീക്ഷ എന്തോ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെടായിരുന്നു. കണ്ടസ്റ്റൻസ് ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ഈ 20 പേരിൽ വന്ന കുറച്ച് പേരെ എനിക്കെന്തോ ഓക്കെ. എന്തായാലും നമുക്ക് നോക്കാം നെക്സ്റ്റ് എപ്പിസോഡ്. എന്തായാലും നിങ്ങൾ എന്തായാലും ആ ഷോ കാണാൻ ശ്രമിക്കുക. നല്ല ഷോയാണ്, നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ, അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് തീർച്ചയായിട്ടും നാളെയും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ അത് മനസ്സിലാക്കും. നമ്മൾ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.